ഡിക്റ്റേറ്റർഷിപ്പിലാണ്. ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് പ്രധാനമന്ത്രി അഭിലാഷാണ് സംസാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുല്ലപ്പെരിയാർ ഡാമിന് വേണ്ടി സംസാരിക്കാത്ത പല വ്യക്തികളും രാജ്യവിരുദ്ധത തീവ്രവാദ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമകൾ വഴി തിയേറ്ററിൽ AC വായുവിൽ കൂടി കൊറോണ 25 പ്രചരിപ്പിക്കുന്നത്. കാര്യം ഈ വാക്സിൻ എടുക്കാത്ത ആൾക്കാർ തിയേറ്ററിൽ വന്ന് സിനിമ കാണുമ്പോൾ AC അടച്ചിട്ട റൂമുകളിൽ കൂടെ അത്ര ആൾക്കാർക്ക് എത്ര പേർക്ക് കോവിഡ് ഉണ്ടോ അത് മാത്രമല്ല AC വായുവിൽ കൂടി ഇവർ ജൈവായുധം വരെ കച്ചവടം ചെയ്യുന്ന സിനിമയാണ് ഇപ്പോൾ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും തീവ്രവാദികളുടെ ഫണ്ടിങ് കൈപ്പറ്റി നിർമ്മിച്ച ഒരു സിനിമയാണ് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം സിനിമകളിൽ ആളുകൾ കൂടുമ്പോൾ അത്തരം സിനിമകളിൽ AC ഇരിക്കുന്ന ആൾക്കാരുടെ കോവിഡ് വാക്സിൻ എക്സ്പയർ ആയി പോവുകയാണെന്ന് WHO വരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം ഇത് കാരണം നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഹാർട്ട് അറ്റാക്ക് ഡെത്തോ COVID-H1N1 എലിപ്പനി മുഖാന്തരമുള്ള ഡെത്തോ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും രക്ഷിക്കാൻ എനിക്ക് മാത്രമേ സാധിക്കൂ. സൗരോർജ്ജം ഉൾപ്പെടെ ഡെയിലി മുല്ലപ്പെരിയാർ ഡാമിനെ ഞാനാണ് രക്ഷിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഒരാൾക്കാരിൽ നിന്നും 1 രൂപ പോലും സംഭാവന പിടിച്ചിട്ടോ ഫീസ് മേടിച്ചിട്ടോ അല്ല രക്ഷിക്കുന്നത്. പിന്നെ ഇത്തരം നടന്മാർക്ക് സിനിമയല്ലാതെ കാശിനോട് മാത്രമല്ലാതെ ഒരു കമ്മിറ്റ്മെൻറ്റ്സും ഇല്ലാത്ത സിനിമകളാണ് പടച്ചു വിടുന്നത്. കാര്യം ഇപ്പോൾ ഇതിനു മുന്നേ ഇറങ്ങിയ പല ചിത്രങ്ങളും പരിശോധിച്ചാൽ പോലും ഇവരുടെയൊക്കെ ഇതിൽ സിനിമകളിലൂടെ അവരുടെ തീവ്രവാദ അജണ്ടകൾ പ്രചരിപ്പിക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, എന്താ പറയുക, നിങ്ങൾ ഇത്തരം സിനിമകൾ എടുത്തുകൊണ്ട് എന്താണ് സമൂഹത്തെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങളുടെ കഴിഞ്ഞ ഒരു ചിത്രം ഇറങ്ങിയതിന് ശേഷമാണ് കേരളത്തിൽ MDMA ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചത് പോലും. അതിനു മുന്നേ കേരളത്തിൽ MDMA എന്താണെന്ന് കേട്ടിട്ട് പോലുമില്ല.